Calicut University BBA 6th semester Organizational Behavior എന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗനൈസേഷണൽ ബിഹേവിയർ തന്നെയാണ്. സോ എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ? നമ്മളൊരു ഓർഗനൈസേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് പ്ലേസിൻ്റെ അകത്ത് നമ്മൾ കാണിക്കേണ്ട ബിഹേവിയർ, ഓക്കെ, അതാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ വേർഡ്സിൽ നമ്മളെങ്ങനെ പെരുമാറണം, നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മളെ ഓർഗനൈസേഷനിൽ നമ്മളെങ്ങനെ പെരുമാറണം, അതാണ് നമ്മൾ ആ ഒരു പെരുമാറ്റം ഓർഗനൈസേഷൻ്റെ അകത്ത് വേണ്ട പെരുമാറ്റത്തിനാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയാം. നമ്മൾ ഓർഗനൈസേഷൻ്റെ അകത്ത് പാലിക്കേണ്ട കുറച്ച് പെരുമാറ്റങ്ങളും അത് വേറെ തന്നെയാണല്ലേ. നമ്മളുടെ വീട്ടിൽ നമ്മൾ പെരുമാറുന്നതും നമ്മൾ ഓഫീസിൽ നമ്മൾ പെരുമാറുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ അതാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ അത് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ ആസ് എൻ അക്കാദമിക് discipline concerned with describing, understanding, predicting and controlling human behavior in an organizational environment. കണ്ടോ, ഇത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അക്കാദമിക് ഡിസിപ്ലിനാണ് കൺസേൺ വിത്ത് describing, understanding, predicting and controlling human behavior in an organizational environment. ഒരു ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിനകത്തുള്ള ആൾക്കാരുടെ ഈ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക. അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, അതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരുടെ പെരുമാറ്റം എന്താണെന്ന് അവർ മനസ്സിലാക്കും, അതുപോലെ എന്തായിരിക്കും അവരുടെ പെരുമാറ്റം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചേഞ്ച് കൊണ്ടുവന്ന് അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, അതുപോലെ അവരുടെ പെരുമാറ്റം കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ അകത്ത്. ഓക്കെ, സോ അതൊരു അക്കാദമിക് ഡിസിപ്ലിനാണ് കൺസേൺ വിത്ത് ഡിസ്ക്രൈബിങ്, അണ്ടർസ്റ്റാൻഡിങ്, പ്രെഡിക്റ്റിംഗ്, കൺട്രോളിങ് ഹ്യൂമൻ ബിഹേവിയർ എവിടെ? അറ്റ് ദ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, അതുപോലെ തന്നെ organizational behavior is a study and application of knowledge about how people, individual and a group act in organization. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു സർട്ടൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് പെരുമാറുന്നത് എന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനകത്ത് പഠിക്കുന്നതാണ് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. അത് ഒരു സ്റ്റഡിയാണ്. എന്തിൻ്റെ സ്റ്റഡിയാണ്? ഹൗ പീപ്പിൾ ബിഹേവ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത് ബേസിക്കലി ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നൊക്കെ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അത് ഡിസ്ക്രൈബ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഹ്യൂമൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനും നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഇൻ്റർപ്രെറ്റ്സ് people organizational relationship in terms of the whole person, whole group, whole organization, whole social system. സോ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അവിടെയുള്ള റിലേഷൻഷിപ്പിന് എങ്ങനെയുണ്ട്, അവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് പോകുന്നുണ്ടോ, എങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പ് പോകുന്നതെന്നൊക്കെ നല്ല വൃത്തിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓർഗനൈസേഷൻ ബിഹേവിയറിലൂടെ. ഓക്കെ, പിന്നെ അതുപോലെ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ സഹായിക്കും. കാരണം നല്ല രീതിയിലൊരു ബിഹേവിയർ എല്ലാവരും നല്ല രീതിയിൽ നല്ല ഓർഗനൈസേഷണൽ ബിഹേവിയർ കാഴ്ചവെക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാകും. നല്ലൊരു കോപ്പറേഷനിലൂടെ പെട്ടെന്ന് തന്നെ നല്ല ടീം വർക്കിലൂടെ ഓർഗനൈസേഷണലും അതുപോലെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സും ഒക്കെ അവർക്ക് നേടിയെടുക്കാൻ പറ്റും. സോ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമുക്കതിൽ ഡീപ്പായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയുന്നുണ്ട് ഓർഗനൈസേഷൻ ബിഹേവിയർ ആസ് എൻ അക്കാദമിക് ഡിസിപ്ലിൻ കൺസേൺ വിത്ത് ഡിസ്ക്രൈബിങ്, അണ്ടർസ്റ്റാൻഡിങ്, പ്രെഡിക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ബിഹേവിയർ ഇൻ ആൻ ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ്. ഇതൊരു പെട്ടിയിലൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. സോ ആ ഒരു സെൻറ്റൻസ് ഈസി ആണല്ലോ. അക്കാദമിക് ഡിസിപ്ലിൻ ആണ് കൺസേൺ വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, പ്രെഡിക്റ്റിംഗ്, അതുപോലെ കൺട്രോളിങ്, പിന്നെ ഡിസ്ക്രൈബിങ് ഹ്യൂമൻ ബിഹേവിയർ എവിടെ? ഇൻ ആൻ ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ്. ആ ഒരു സെൻറ്റൻസ് എന്തായാലും പഠിച്ചു വെച്ചോളൂ. ഓക്കെ, എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് നിർബന്ധമായിട്ട് എഴുതി വെക്കണം.
കാരണം അത് പ്രത്യേകം പെട്ടിയിലൊക്കെ ആക്കി തന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത്. ഓക്കെ, ഇനി കുറച്ചും കൂടി ഡീപ്പായിട്ട് വരികയാണെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ help us to understand what people think, feel and do in an organization setting. So ആൾക്കാർ എന്തൊക്കെ ചിന്തിക്കും, ആൾക്കാർക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ഫീൽ ചെയ്യും, ആൾക്കാർ എന്തൊക്കെ ചെയ്യും ഓർഗനൈസേഷൻ്റെ അകത്ത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഓർഗനൈസേഷണൽ ബിഹേവിയർ ഹെൽപ്പ് ചെയ്യും. ആൾക്കാരുടെ ചിന്തകളും അതുപോലെ ഫീലിങ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ the study of organizational behavior provides a set of tools, concepts and theories that help people understand, analyze and describe what goes on in organization and why. സോ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ സെറ്റ് ഓഫ് ടൂൾസ് ആൻഡ് കോൺസെപ്റ്റ് തിയറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളും അതെന്തുകൊണ്ടാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് നടക്കുന്നതൊക്കെ എല്ലാവരും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ തിയറീസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ അകത്ത്. ഓക്കെ, സോ എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓർഗനൈസേഷണൽ ബിഹേവിയറിലൂടെ. ഓക്കെ, ഹെൽപ്പ് us to understand what goes on in an organization and why. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ how do the characteristics of individual group work situation in organization affect itself and എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ വർക്ക് സിറ്റുവേഷൻസും അതുപോലെ ഈ വർക്ക് സിറ്റുവേഷൻസ് എങ്ങനെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ഈ ആൾക്കാർക്ക് എങ്ങനെ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഹെൽപ്പ് ചെയ്യും. കിട്ടുന്ന പോയിൻറ്റ്സ് ഒക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടൊക്കെ പോയിൻറ്റ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. കിട്ടുന്ന ഏരിയ വെച്ചാൽ ഞാൻ സിമ്പിളായിട്ട് ലാസ്റ്റിൽ പറയാം. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ പറ്റിയിട്ട്. ഓക്കെ, organizational behavior is a factor that influence individual group behavior in organization and how organization manages their environments. Organizational behavior provides a set of tools, theories, concepts to understand, analyze, describe and manage the attitude and behavior in an organization. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഒരു സെറ്റ് ഓഫ് ടൂൾസും തിയറീസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ആൾക്കാരുടെ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക, മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, അതുപോലെ ദ സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ക്യാൻ improve and change individual group and organizational behavior to attain individual group and organizational goals. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡിയിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളുടെ ഇൻഡിവിജ്വൽ അതുപോലെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ മടിയനായിട്ടുള്ള ഒരു വർക്കറിന് നമുക്ക് എന്താക്കാം, അയാളെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കിയിട്ട് അയാളെ ട്രെയിൻ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടൊക്കെ അയാളെ നല്ലോണം പണിയെടുക്കുന്ന ആളാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ, ഓർഗനൈസേഷന് തന്നെയാണ് ഗുണം അല്ലേ? സോ ഇത് നമ്മൾ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ആൾക്കാരുടെ ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ബിഹേവിയർ ചേഞ്ച് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതിലൂടെ ഓർഗനൈസേഷൻ അതുപോലെ ഇൻഡിവിജ്വൽ ഗോൾസ് ഒക്കെ അറ്റൈൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ആൻഡ് ചേഞ്ച് ദ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് അറ്റൈൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ ക്യാൻ ബി അനലൈസ്ഡ് ഇൻ 3 ലെവൽസ്. നമുക്ക് 3 ലെവൽസിലായിട്ട് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ലെവലിൽ അനലൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഓർഗനൈസേഷണൽ ലെവലിലും നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ 3 ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനേജേഴ്സിൻ്റെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ഈ ഒരു എംപ്ലോയീസിൻ്റെയും ഓർഗനൈസേഷൻ്റെയും ഒക്കെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും അവരുടെ ഗോൾസൊക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടൊരു ടൂളായിട്ട് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡി ഒരു ടൂളായിട്ട് മാനേജേഴ്സൊക്കെ യൂസ് ചെയ്യും. ഓക്കെ,
അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇവരുടെ എഫിഷ്യൻസി, അതായത് ഇപ്പോൾ ലേബർ എഫിഷ്യൻസി, അതുപോലെ തന്നെ ഗോൾസൊക്കെ പെട്ടെന്ന് ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ മാനേജേഴ്സ് എന്താണ് ഒരു ടൂളായിട്ട് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഉണ്ട്. സെയിം കാര്യം തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത്. സോ മീനിങ് ആൻഡ് ഡെഫിനിഷനിൽ പറയുന്നത്, ഇൻ സിമ്പിൾ വേർഡ്സ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ റിഫേഴ്സ് ടു ദ ബിഹേവിയർ ഓഫ് പേഴ്സൺ in an organization. Everybody wants to understand others' behavior. Understanding others' behavior help the people to influence them. Okay, സോ ഇതെന്താണ് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു പേഴ്സൻ്റെ ബിഹേവിയർ, അതാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാവരും ബാക്കിയുള്ളവരുടെ ബിഹേവിയർ കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അയാളെ ആ ആൾ എങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ everybody wants to understand others' behavior. Understanding others' behavior help the person to influence them. ഓക്കെ, വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫോഴ്സസ് ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഓക്കെ, വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ ചില കാര്യങ്ങൾക്കനുസരിച്ച് മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ. നമ്മളുടെ ഹ്യൂമൻ ബീങ്സ് നമ്മളെ സ്വഭാവം എപ്പം വേണമെങ്കിലും മാറാൻ പല കാരണങ്ങളുണ്ട്. സോ ആ കാരണങ്ങൾ നമ്മൾ ഇൻറ്റേർണൽ ഫോഴ്സസും എക്സ്റ്റേർണൽ ഫോഴ്സസും എന്ന രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ ഇസ് ഗൈഡഡ് ബൈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫോഴ്സസ്. ഓക്കെ, അല്ലെങ്കിൽ ദ ഹ്യൂമൻ ബിഹേവിയർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫോഴ്സസ്. ഓക്കെ, ആ ഫോഴ്സസൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി ഇപ്പം. ഓക്കെ, ഇനി പിന്നെയും പറയുന്നുണ്ട് ഓർഗനൈസേഷൻ ബിഹേവിയർ ഇസ് കൺസേൺ വിത്ത് ദ സ്റ്റഡി ഓഫ് വാട്ട് പീപ്പിൾ ഡു ഇൻ എൻ ഓർഗനൈസേഷൻ ആൻഡ് ഹൗ ദാറ്റ് ബിഹേവിയർ എഫക്ട് ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ആൾക്കാർ എന്തൊക്കെ ചെയ്യും ആൻഡ് ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ എങ്ങനെയൊക്കെയാണ് ആ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ അവർ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ സഹായിക്കും. പിന്നെ നമ്മൾ ഈ ഓർഗനൈസേഷൻ ബിഹേവിയറിലൂടെ വി ബിക്കം മോർ അവെയർ അബൌട്ട് ദ ബിസിനസ് എത്തിക്സ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ ഈ ഒരു സ്റ്റഡിയിലൂടെ നമ്മൾ ബിസിനസ് എത്തിക്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ അവെയർ ആക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കൊണ്ടുള്ള ഗുണങ്ങൾ. നമ്മളുടെ ബിസിനസ് എത്തിക്സിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആവാൻ വേണ്ടി സഹായിക്കും. വി ബിക്കം മോർ അവെയർ അബൌട്ട് അവർ ബിസിനസ് എത്തിക്സ് ആൻഡ് helps to transform the employees' attitude and behavior into more positive experience. വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ there are two of environmental forces, direct and indirect. Direct and indirect ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ലേബർ മാർക്കറ്റ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫോഴ്സസ് ഉണ്ട് നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റിൽ വരുന്നതാണ് നമ്മൾ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ലേബർ മാർക്കറ്റ്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ഫോഴ്സസിൽ വരുന്നതാണ് നമ്മൾ എക്കണോമിക്, ടെക്നോളജി, അതുപോലെ സോഷ്യോ കൾച്ചർ, പൊളിറ്റിക്കൽ, ഇൻ്റർനാഷണൽ. ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഫോഴ്സുകളാണ് നമ്മളെ ഇൻഡയറക്റ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോളൂ. ഓക്കെ, നമുക്ക് പറയാം ഓർഗനൈസേഷണൽ ബിഹേവിയർ is influenced by two types of forces. One is direct forces and the other one is indirect forces.
So, the customers, suppliers, competitors, labor market, etc., comes under direct force, and economic, technological factors, socio-cultural factors, political and international factors comes under indirect forces. Okay, അങ്ങനെ നമുക്കൊരു പോയിന്റ് ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, സോ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? എനിത്തിങ് ദാറ്റ് എ ഹ്യൂമൻ ഡസ്, അതാണ് നമ്മളെ ബിഹേവിയർ. സോ വാട്ട് ഇസ് ബിഹേവിയർ എന്ന ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് വെറുതെ എന്തെങ്കിലും എസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് വെറുതെ പറയും, ബിഹേവിയർ ഇസ് എനിത്തിങ് ദാറ്റ് ഹ്യൂമൻ ഡസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ വർക്ക് പ്ലേസ് ആണ് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. സോ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ദാറ്റ് എ ഹ്യൂമൻ ഡസ്. അപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ദ വർക്ക് പ്ലേസ്. ഓക്കെ, അതുപോലെ തന്നെ the organizational behavior's major goal are to explain, predict and control behavior. So organizational behavior ന്റെ മെയിൻ ഗോൾസ് എന്തൊക്കെയാ? കൺട്രോൾ, പ്രെഡിക്റ്റ്, അണ്ടർസ്റ്റാൻഡ്, അനലൈസ്, ഇതൊക്കെ ചേർത്തിക്കോ കേട്ടോ, ഒരു പ്രശ്നവുമില്ല. എന്ത്? ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, so the major goals of organizational behavior is to predict, control, analyze, describe, understand human behavior inside a organization. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആൾക്കാരുടെ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഫ്രെഡ് എന്ന് പറഞ്ഞ ഒരാൾ പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. സെയിം സംഭവമാണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇസ് അണ്ടർസ്റ്റാൻഡിങ്, പ്രെഡിക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഹ്യൂമൻ ബിഹേവിയർ അറ്റ് വർക്ക്. ഓക്കെ, സെയിം സെൻറ്റൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ വേറെ ഒരാൾ കെയ്ത്ത് ഡേവിസ്, hope I'm pronouncing it right. Anyway, ഇയാൾ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ it is an academic discipline concerned with understanding, describing human behavior in an organizational environment. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പെട്ടിയിലാക്കിയ സെൻറ്റൻസ് ഇല്ലേ, അതാണ് നമ്മളുടെ ഇയാൾ പറയുന്നത്, കെയ്ത്ത് ഡേവിസ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അക്കാദമിക് ഡിസിപ്ലിൻ ആണ്, കൺസേൺ വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, ഡിസ്ക്രൈബിങ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എൻ ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പിന്നെയും സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. സോ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണ്? ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാദമിക് ഡിസിപ്ലിൻ ആണെന്ന് പറയാം. എന്തിനെ ബന്ധപ്പെട്ട് വരുന്നതാണ്? കൺസേൺ വിത്ത് ഡിസ്ക്രൈബിങ്, അനലൈസിങ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഹ്യൂമൻ ബിഹേവിയർ എവിടെ? ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ലെവലിലായിട്ട് അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഡിവിജ്വൽ ലെവൽ, ഓർഗനൈസേഷൻ ലെവൽ, അതുപോലെ ഗ്രൂപ്പ് ലെവൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്ത്? ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതുപോലെ തന്നെ ഇത് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് ആൾക്കാർ എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ അകത്ത് വാട്ട് പീപ്പിൾ തിങ്ക്, ഫീൽ ആൻഡ് ഡു ഇൻ ആൻ ഓർഗനൈസേഷൻ, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് എ സെറ്റ് ഓഫ് ടൂൾസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് that help the people to understand, analyze and describe what's going on inside an organization. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് ടൂൾസ്, തിയറീസ് ഒക്കെ ഉണ്ട് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ അകത്ത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് സെയിം കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഈ ഒരു നമ്മളുടെ ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിലൂടെ നമുക്ക് നമ്മളുടെ എംപ്ലോയീസിൻ്റെ അല്ല ഓർഗനൈസേഷൻ്റെ ഓവറോൾ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അവിടെ എഫിഷ്യൻസി, ഓർഗനൈസേഷനിലെ എഫിഷ്യൻസി, എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ഓർഗനൈസേഷണൽ ഗോൾസ് ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും in order to improve or change the behavior, organizational behavior, and to achieve the organizational goals faster. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മളുടെ ഡെഫിനിഷൻസ് ഉണ്ട്, സെയിം ഡെഫിനിഷൻസ് ആണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നമ്മൾ ഹ്യൂമൻ ബിഹേവിയർ അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം ഫോർ ബെറ്റർ കോപ്പറേഷൻ ആൻഡ് ഫോർ ബെറ്റർ ടീം വർക്ക് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇതിലൂടെ നമുക്ക് ബിസിനസ് എത്തിക്സ്, അതുപോലെ തന്നെ ഒരു എംപ്ലോയീസിൻ്റെ ബിഹേവിയർ ഒരു പോസിറ്റീവ് ബിഹേവിയറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. And we have two forces, environmental forces, that is direct forces and indirect forces, which influence the human behavior. The direct forces includes customers, suppliers, competitors, labor market, etc. And the indirect forces includes economic, technology, socio-cultural factors, political factors, and international factors. Okay, behavior എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ behavior is anything that a human does. And organizational behavior എന്ന് പറഞ്ഞെങ്കിൽ it's a study of human behavior inside the organization അല്ലെങ്കിൽ at the workplace. രണ്ടും പറയാം. പിന്നെ അത് ഫ്രെഡ് പറഞ്ഞ എന്താണ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇസ് അണ്ടർസ്റ്റാൻഡിങ്, പ്രഡിക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അറ്റ് ദ വർക്ക്. ഓക്കെ, അതുപോലെ കേറ്റ് ഡേവേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് അക്കാദമിക് ഡിസിപ്ലിൻ ആണ്, കൺസേൺ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഡിസ്ക്രൈബിങ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എൻ ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് ഉണ്ട് എഴുതാൻ. ഓക്കെ, ഇനി നമുക്ക് നേച്ചറൽ സ്കോപ്സ് ഒക്കെ വരുന്നുണ്ട്. സോ അതിലേക്ക് അടക്കാം. ഓക്കെ, സോ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് വെച്ചാൽ നല്ലൊരു ക്ലിയർ ഇമേജ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓക്കെ, സോ നമ്മൾ നേച്ചർ ആൻഡ് സ്കോപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സയൻസ് റിലേറ്റഡ് കുറേ സ്കോപ്പ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, ആൻഡ് ബാക്കി നമുക്ക് നെക്സ്റ്റ് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സയൻസ് ആൻഡ് ആർട്ട്. സയൻസ് ആൻഡ് ആർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്, നമ്മൾ ഹ്യൂമൻ ബിഹേവിയറായിട്ട് കണക്ട് ചെയ്തതല്ലേ. ഹ്യൂമൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഹ്യൂമൻ ബിഹേവിയർ. സോ അതുകൊണ്ട് അതിനെ നമുക്ക് സയൻസ് എന്ന് വിളിക്കാം. ഓക്കെ, പക്ഷേ ഈ ഒരു ഹ്യൂമൻ ബിഹേവിയർ നമുക്ക് കണ്ടുപിടിക്കാനും പിന്നെ അത് നമുക്ക് ശരിയാക്കി എടുക്കാനൊക്കെ കുറേ സ്കിൽസിൻ്റെ ആവശ്യമുണ്ട്. സോ ആൻഡ് ആ സ്കിൽസൊക്കെ ആവശ്യമുണ്ട്. സോ ആ സ്കിൽസിനെ നമുക്ക് എന്താക്കാം, ആർട്ടെന്നും പറയും. സോ organizational behavior is both a science and art. So it is called science because it is related with, it is concerned with human behavior in an organization, and it is called art because it needs skill, it requires skills and knowledge for understanding, analyzing and describing the human behavior. Okay, സോ നമുക്കത് സയൻസ് ആൻഡ് ആർട്ട് എന്ന് പറയാം. നെക്സ്റ്റ് അത് അപ്ലൈഡ് സയൻസ് ആണ്. ഓക്കെ, ഓർഗനൈസേഷൻ ബിഹേവിയർ ഇസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫോഴ്സസ് ദാറ്റ് എഫക്ട് ദ ബിഹേവിയർ സോ ദാറ്റ് their effect may be predicted and guided towards the effective function of the organization. ഇതിൻ്റെ അകത്ത് നമ്മളൊരു കോസ് ആൻഡ് എഫക്റ്റ് തിയറി അത് നമുക്ക് ഇവിടെ കാണിക്കാം അല്ലേ. നമ്മളുടെ ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. അതിൻ്റെ എഫക്ട്സ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ് ഫോഴ്സസ്, ആ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന എഫക്ട്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. സോ ഇതൊരു അപ്ലൈഡ് സയൻസ് ആണ്. കോസ് ആൻഡ് എഫക്ട് തിയറി മീൻസ് സയൻസിൻ്റെ ആണല്ലോ. സോ ദിസ് ഈസ് എൻ അപ്ലൈഡ് സയൻസ് ബിക്കോസ് നമ്മൾ ഈ ഒരു സംഭവം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. So it is an applied science എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is oriented towards understanding the forces that affect the behavior. ഓക്കെ, നമ്മളുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സസ്, ദാറ്റ് ഇസ് ഡയറക്റ്റ് ഫോഴ്സസ്, ഇൻഡയറക്റ്റ് ഫോഴ്സസ്, അങ്ങനത്തെ ഫോഴ്സസ് ഇല്ലേ, ഇതിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇതിനെ അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വേറൊരു സയൻസ് വരുന്നതാണ് ഇൻഎക്സാക്ട് സയൻസ്. നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിന് നമ്മൾ ഇൻഎക്സാക്ട് സയൻസ് എന്നാണ് പറയുന്നത്. കാരണം ഇത് എക്സാക്ട് സയൻസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ അത് നമുക്ക് കോൺസ്റ്റൻ്റ് അല്ല, അത് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. സിറ്റുവേഷൻസ് അനുസരിച്ച് എപ്പം വേണമെങ്കിലും മാറാൻ ചാൻസ് ഉണ്ട്. സോ അതിന് നമുക്കൊരു എക്സാക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഹ്യൂമൻ ബിഹേവിയർ. സോ
എന്താണ് ഇത് ഇൻഎക്സാക്ട് സയൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ ലൈക്ക് ഓർഗനൈസേഷൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആവും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറേ തിയറീസൊക്കെ ഇറക്കാം. സയൻസ് പ്രകാരമുള്ള കുറേ തിയറീസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാം. പക്ഷേ ആ കൊണ്ടുവന്ന തിയറീസൊക്കെ എപ്പോഴും നമുക്ക് എന്താക്കാം, അത് ലൈക്ക് പോസിബിൾ ആക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ പ്രെഡിക്റ്റബിൾ അല്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ബിഹേവിയർ എപ്പം എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇത് ഇൻഎക്സാക്ട് സയൻസ് ആണ്. ഓക്കെ, സോ നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ ഈസ് അൺപ്രെഡിക്റ്റബിൾ. സോ ദ റിസൾട്ട്സ് cannot be like as expected. So this organizational behavior is an inexact science. Okay, so next one is അതുപോലെ സയൻറ്റിഫിക് മെത്തേഡാണ്. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് ഓർഗനൈസേഷൻ ബിഹേവിയർ ഫോളോ സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ലോജിക്കൽ തിയറീസ് in its investigation and answering the research questions. It is empirical, interpretive, critical and creative science. So ഇതിൻ്റെ അകത്ത് ഓർഗനൈസേഷൻ ബിഹേവിയർ സയൻറ്റിഫിക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എംപിറിക്കൽ മെത്തേഡ്, അതുപോലെ ഇൻ്റർപ്രറ്റീവ് മെത്തേഡ്, ക്രിട്ടിക്കൽ മെത്തേഡ്, ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ലോജിക്കൽ തിയറീസൊക്കെ യൂസ് ചെയ്യും ഫോർ ഇൻവെസ്റ്റിഗേറ്റ് ഈ ഹ്യൂമൻ ബിഹേവിയർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും പിന്നെ കുറേ ലൈക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറേ സയൻറ്റിഫിക് മെത്തേഡിലൂടെ ഇവർ റിസർച്ച് ചെയ്യും. സോ നമുക്കിത് ഒരു ഓർഗനൈസേഷൻ ബിഹേവിയേഴ്സ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയാം. ബിക്കോസ് ദേ മേക്ക് യൂസ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ് ലൈക്ക് ലോജിക്കൽ തിയറീസ്, എംപിറിക്കൽ മെത്തേഡ്, ഇൻ്റർപ്രറ്റീവ് മെത്തേഡ് എക്സെട്ര ഫോർ ഫൈൻഡിങ് ആൻസേഴ്സ് ഫോർ റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമറ്റീവ് സയൻസ് ആണ്. നോർമറ്റീവ് സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമറ്റീവ് സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്, സജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോർമറ്റീവ് സയൻസ്. സോ ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോസ് ആൻഡ് എഫക്റ്റ് തിയറി നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിന് ചേഞ്ചസ് വരാനുള്ള കാരണങ്ങളും ആ ഒരു കാരണങ്ങൾ കാരണം വരുന്ന എഫക്ട്സും ഒക്കെ നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ. സോ നമുക്കിവിടെ നോർമറ്റീവ് സയൻസ് എന്നും വിളിക്കാം എന്നുള്ള ഓർഗനൈസേഷൻ ബിഹേവിയറിന്. സോ ഇത്രയും സയൻസുകളാണ് നമുക്കുള്ളത്. സോ ഫസ്റ്റ് വൺ വാസ് ആർട്ട് ആൻഡ് സയൻസ്. അതുപോലെ തന്നെ ഇൻഎക്സാക്ട് സയൻസ് ഉണ്ട്, അപ്ലൈഡ് സയൻസ് ആണ്, നോർമറ്റീവ് സയൻസ് ആണ്, പിന്നെ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് അപ്രോച്ചസ് പോലത്തെ സാധനങ്ങൾ വരുന്നുണ്ട്. ആ അപ്രോച്ചസിനെ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തു നിന്നുള്ള നോളേജസ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പല സ്ഥലത്തു നിന്ന് ഇത് നോളേജ് എന്താക്കുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജി, സോഷ്യോളജി, അതുപോലെ ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ്, ഇവിടെ നിന്നൊക്കെ ഡാറ്റാസ് അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ നോളേജ് ലൈക്ക് എടുത്തിട്ടാണ് എടുക്കുന്നുണ്ട് നമ്മളുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ. ഓക്കെ, സോ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി, അതുപോലെ സോഷ്യോ സൈക്കോളജി ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ഒരു പാർട്ടും കൂടിയാണ് നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ. സോ ഇത്രയും കാര്യങ്ങളുടെ ഈ നോളേജ് ഫ്രം ഇത്രയും കാര്യങ്ങൾ, അതായത് സൈക്കോളജി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എക്സെട്ര ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതെന്താണ്, ഇൻ്റർ ഡിസിപ്ലിനറി ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ്സ് പാർട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ഓക്കെ, നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്കിതാ ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ സൈഡ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് ഈ ഒരു ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ, ലൈക്ക് ഹ്യൂമൻ ബിഹേവിയർ ആ ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ കൺസേൺ ചെയ്തിട്ടില്ലേ. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ സൈഡ് അല്ലേ. അപ്പം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹോൾ മാനേജ്മെൻ്റ് അല്ല, പക്ഷേ അത് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ഇസ് കണക്റ്റഡ് അല്ലെങ്കിൽ വിച്ച് ഇസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, അല്ലെങ്കിൽ ഹ്യൂമൻ സൈഡ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ
organizational behavior is not a whole management, but it is connected with the human side of management. ഓക്കെ, അതാണ് നമ്മൾ ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ അതൊരു ബിഹേവിയറൽ അപ്രോച്ച് കൊടുക്കണം മാനേജ്മെൻറ്റിന്. വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ മൊത്തമായിട്ടൊരു മാനേജ്മെൻ്റ് അല്ല, പക്ഷേ മാനേജ്മെൻറ്റ് അകത്തുള്ള ഹ്യൂമൻസായിട്ട് കണക്റ്റഡ് ആണ് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് അപ്രോച്ച് ഉണ്ടെങ്കിൽ സിസ്റ്റം അപ്രോച്ചാണ്. വേറെ ഒന്നും കൂടി സിസ്റ്റം അപ്രോച്ചാണ്. സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ organizational behavior is a systematic version as it takes into account all the variables affecting organizational functions. വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് വേർഷൻ ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷണൽ ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസിനും കണക്കിലെടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് വേർഷനാണ് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് വേർഷൻ as it takes into account all the variables affecting the organizational functions. ഓക്കെ, സോ ഈ ഓർഗനൈസേഷണൽ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ നമുക്കൊരു സിസ്റ്റമാറ്റിക് വേർഷൻ, ഒരു സിസ്റ്റം എന്നൊക്കെ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് വേർഷൻ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടായിരുന്നു. ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പല സ്ഥലത്തു നിന്നുള്ള നോളേജസ് നമ്മൾ എൻകോപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം സൈക്കോളജി, എക്കണോമിക്സ്, സോഷ്യോ കൾച്ചർ ആൻഡ് ഇറ്റ്സ് പാർട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇസ് എ സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡി. ഇതിനകത്ത് പല സ്ഥലത്തു നിന്നുള്ള നോളേജസ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ബിഹേവിയറൽ അപ്രോച്ച് ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇസ് നോട്ട് എൻ ഹോൾ മാനേജ്മെൻറ്റ്, ബട്ട് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ദ ഹ്യൂമൻ സൈഡ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് മൊത്തത്തിലൊരു മാനേജ്മെൻ്റ് അല്ല, പക്ഷേ മാനേജ്മെൻ്റ് അകത്തുള്ള ഹ്യൂമൻ സൈഡായിട്ട് കണക്ട് ചെയ്ത ഒരു ഭാഗമാണ് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ സിസ്റ്റം അപ്രോച്ചാണ്. സിസ്റ്റം അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ ആസ് എ സിസ്റ്റം വേർഷൻ ആസ് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് കുറേ വേരിയബിൾസ് എഫക്റ്റിംഗ് ദ ഓർഗനൈസേഷനെ ഒക്കെ നമ്മൾ നോക്കുന്നത് കാരണം, ഇങ്ങനത്തെ കുറേ വേരിയബിൾസിൻ്റെ ഒക്കെ നമ്മൾ കണക്കിലെടുക്കുന്നത് കാരണം നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയറിന് ഒരു സിസ്റ്റമാറ്റിക് വേർഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ അപ്രോച്ചസ്. 3 ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ആണ്. ഇനി നമുക്ക് അല്ലാതെ ചില്ലറ കുറച്ച് സ്കോപ്സ് അല്ലെങ്കിൽ നേച്ചർ ഉണ്ട്. അതായത് നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് വൺ ഇസ് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ലെവലിലുള്ള ആൾക്കാരെയല്ല കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ ലെവൽ, ഗ്രൂപ്പ് ലെവൽ, അതുപോലെ ഓർഗനൈസേഷൻ ലെവലിലുള്ള ആൾക്കാരെയും നമ്മൾ കൺസിഡർ ചെയ്യും അല്ലേ. ഗ്രൂപ്പ് അയച്ചുള്ള ഗ്രൂപ്പ് ബിഹേവിയർ, ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്യും. ഓർഗനൈസേഷൻ മൊത്തത്തിലുള്ള ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്യും. അതുപോലെ ഇൻഡിവിജ്വൽ ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്യും. അങ്ങനെ 3 കാറ്റഗറി അല്ലെങ്കിൽ 3 ലെവൽസ് ആയിട്ട് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ ലെവൽ ഉണ്ട് അവിടെ. ഓക്കെ, അതുപോലെ കൺസേൺ വിത്ത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ എൻവയോൺമെൻറ്റ് അകത്തുള്ള ഇഷ്യൂസ് കോമ്പാറ്റബിലിറ്റി വിത്ത് എൻവയോൺമെൻറ്റ്, ഇതൊക്കെ organizational behavior concern ആണ്. So organizational behavior is concerned with issues like compatibility with the environment, for example personal cultural fit, cross cultural management, etc. So ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് കൺസേൺ ആണ് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഈ നമ്മളുടെ എൻവയോൺമെൻറ്റിലുള്ള ഇഷ്യൂസ് കോമ്പാറ്റബിലിറ്റി നമ്മൾ പറയാം, എക്സാമ്പിളായിട്ട് പറയാം കോമ്പാറ്റബിലിറ്റി, നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇസ് കൺസേൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അല്ലറ ചില്ലറ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച കാര്യങ്ങൾ. സോ സയൻസുകൾ ആദ്യം പറയാം, ആർട്ട് ആൻഡ് സയൻസ്, പിന്നെ ഇൻഎക്സാക്ട് സയൻസ്, അതുപോലെ അപ്ലൈഡ് സയൻസ് ആണ്, പിന്നെ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ നോർമറ്റീവ് സയൻസ് ആണ്. സോ ഇത്രയും സയൻസുകൾ. പിന്നെ അപ്രോച്ചസ് പറയാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടായിരുന്നു, സിസ്റ്റം അപ്രോച്ച് ഉണ്ടായിരുന്നു, ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്.
ഓക്കെ, പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ ലെവൽ, അതുപോലെ നമ്മൾ കൺസേൺ വിത്ത് എൻവയോൺമെൻറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്കോപ്പ് അല്ലെങ്കിൽ നേച്ചർ. സ്കോപ്പ് ചോദിച്ചാലും നേച്ചർ ചോദിച്ചാലും സെയിം കാര്യമാണ് എഴുതേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് സ്കോപ്പ് ആൻഡ് നേച്ചറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ യാ, ഞാൻ പറഞ്ഞ രീതിക്ക് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു 5 ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ട് പറയാം. ഓക്കെ, സോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാം. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.